നമ്മൾ വിചാരിക്കും നമ്മൾക്ക് മറ്റുള്ള ആൾക്കാരെ ഹൈഡ് ചെയ്ത് മറവെച്ച് അല്ലെ ഒരു മാസ്ക് വെച്ച് ജീവിക്കാമെന്ന് വിചാരിക്കും, പക്ഷെ സാധിക്കില്ല. അത് ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സിറ്റുവേഷൻ വരുമ്പോൾ റിഫ്ലക്റ്റ് ചെയ്യും. അതായത് ഏറ്റവും നല്ല സിറ്റുവേഷനിൽ കാര്യങ്ങൾ പോകുന്ന സമയത്ത് ക്യാരക്ടർ ഒന്നും പ്രശ്നമല്ല. ഒരു സിറ്റുവേഷൻ മോശമായിട്ട് പോകുന്ന സമയത്താണ് എപ്പോഴും ക്യാരക്ടർ ഒറിജിനൽ കളർ വരുന്നത്. ക്യാരക്ടർ നമ്മൾ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി പൊതുവേ നമ്മളെപ്പോഴും നമ്മൾ വീടുകളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും നമ്മൾ പ്രത്യേകിച്ച് ചെറുപ്രായത്തിൽ ഒരു 10-18 വയസ്സ് വരെയൊക്കെയാണ് നമുക്ക് ക്യാരക്ടർ ഉണ്ടാകുന്നത് കൂടുതലും. നമ്മൾ ആ സമയത്ത് ആരുടെ കൂടെയൊക്കെയാണ് നമ്മൾ സമയം ചിലവാക്കിയിരിക്കുന്നതൊക്കെ ഒരു പരിധി വരെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും. അതായത് ക്യാരക്ടർ എന്ന് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഹോണസ്റ്റി, ഇൻറ്റഗ്രിറ്റി, ലോയൽറ്റി, ഇതിനെയൊക്കെയാണ് ഈ ടി കൂട്ടി വരുന്നതിനൊക്കെയാണ് ഈ ക്യാരക്ടറിൻ്റെ ഇത് പറയുന്നത്. ഹോണസ്റ്റി, സത്യസന്ധത, ആത്മാർത്ഥത. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ പറയുന്ന ഡു വാട്ട് യു സേ വാട്ട് യു ഡു. ഇൻറ്റഗ്രിറ്റി പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയുക. അതുപോലെ തന്നെ ലോയൽറ്റി, വിധേയത്വം. ഇതൊക്കെ നമ്മൾ സാധാരണ ഇത് പഠിക്കുന്ന വീട്ടിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ടീമിലുള്ളവരെല്ലാം നമുക്ക് മാർക്ക് ഇടുന്നുണ്ട്. നമ്മൾ ജീവിതത്തിലാണെങ്കിലും ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ അറിയുന്നുണ്ടാവില്ല, നമ്മുടെ ചുറ്റും നിൽക്കുന്ന നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും നമുക്ക് മാർക്ക് ഇട്ടുകൊണ്ടിരിക്കുക. നമ്മളറിയാതെ എല്ലാവർക്കും മാർക്ക് ഇട്ടുകൊണ്ടായിരിക്കുന്നത്. ഒരു പ്രായം കഴിയുമ്പം ഓരോരുത്തരുടെ ക്യാരക്ടർ എന്താണെന്ന് മറ്റുള്ള ആൾക്കാരുടെ മനസ്സിലൊരു ഇമേജ് ബിൽഡ് ചെയ്യപ്പെടും. ഇത് തന്നെ ടീമിലും ബിൽഡ് ചെയ്യപ്പെടും. ഇന്നയാളെന്ന് പറഞ്ഞാൽ ഇതാണ്, ഇന്നയാൾ ഇങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞാൽ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു സമയം പറഞ്ഞാൽ വരികയില്ല. 10 മണി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 11 മണിക്ക് പ്രതീക്ഷിച്ചാൽ മതി. അല്ലെ എല്ലാത്തിനും ബാക്കിയുള്ള ആൾക്കാർ ഓരോ സാഹചര്യം വരുമ്പം അവരെക്കുറിച്ചൊരു മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാക്കിയെടുക്കുന്നൊരു ഇമേജുണ്ട്. അത് തന്നെ ഉണ്ടാകുന്ന, നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന. ഇത് നമ്മൾ ഈ പറയുന്ന കാര്യം അയാൾ പറയത്തേ ഉള്ളൂ, പറയുന്നൊന്നും ചെയ്യത്തില്ല. അതൊക്കെ ചിലപ്പോൾ അന്നേരം കാര്യം നടക്കാൻ വേണ്ടി എന്തും പറയും. ഇങ്ങനെയൊക്കെ നമ്മൾ ചില ആൾക്കാരെ കുറിച്ച് പറഞ്ഞു കേൾക്കാം. ആ ബേസിക് നേച്ചർ ഒരു പരിധി അവർക്ക് പോളിഷ് ചെയ്യാൻ പറ്റും, പക്ഷേ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. കാരണം ഇത് ഒരു ലോങ് ടൈം ബിസിനസ് ആണെങ്കിൽ ആൾക്കാർ എപ്പോഴും തന്നെ നമുക്ക് മാർക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കും നമ്മൾക്ക് മറ്റുള്ള ആൾക്കാരെ ഹൈഡ് ചെയ്ത് മറവെച്ച് അല്ലെ ഒരു മാസ്ക് വെച്ച് ജീവിക്കാമെന്ന് വിചാരിക്കും, പക്ഷെ സാധിക്കില്ല. അത് ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സിറ്റുവേഷൻ വരുമ്പോൾ റിഫ്ലക്റ്റ് ചെയ്യും. അതായത് ഏറ്റവും നല്ല സിറ്റുവേഷനിൽ കാര്യങ്ങൾ പോകുന്ന സമയത്ത് ക്യാരക്ടർ ഒന്നും പ്രശ്നമല്ല. ഒരു സിറ്റുവേഷൻ മോശമായിട്ട് പോകുന്ന സമയത്താണ് എപ്പോഴും ക്യാരക്ടർ ഒറിജിനൽ കളർ വരുന്നത്. എല്ലാ സിറ്റുവേഷൻ നന്നായിട്ട് പോവുകയാണ്, ഒരു കുഴപ്പമില്ല, എല്ലാം അടിപൊളിയാണെന്നുണ്ടെങ്കിൽ ക്യാരക്ടറിൻ്റെ ഒന്നും റിഫ്ലക്റ്റ് ചെയ്യത്തില്ല. എല്ലാവരും ചിരിച്ച മുഖങ്ങളുമായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. ഒരു സിറ്റുവേഷൻ വിചാരിക്കാത്ത ഡയറക്ഷൻ കൂടെ ഒരു കാര്യങ്ങൾ പോകുന്ന സമയത്താണ് ഒറിജിനൽ റിയൽ മനുഷ്യരായി മാറുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ വളരെ ജെനുവിനാണെന്നും വിചാരിച്ചിരിക്കുന്ന വളരെ നിലവാരമുള്ള വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ചില സിറ്റുവേഷനിൽ അവരൊക്കെ റിയാക്ട് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ അയ്യോ ഇവരൊക്കെയാണോ ഞാൻ ഇത്രയും കാലം ഈ ലെവലിൽ കണ്ടിരുന്നത്, നമുക്ക് തന്നെ നമ്മളോട് പുച്ഛം തോന്നിപ്പോകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ചില സമയത്ത് അയ്യോ ഇവരെയൊക്കെയാണോ ഞാൻ ദൈവം പോലെ കണ്ടിരുന്നത്, ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. ഇപ്പോൾ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എപ്പോഴും പൊതുവേ സാധാരണ നമ്മൾ ഫാമിലിയിൽ നിന്നൊക്കെ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ അത് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ വിചാരിച്ചാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതൊക്കെ ലോങ് ടൈം ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്.